നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ദേവുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ലക്ഷ്മിയമ്മയും ശരത്തും കൂടെ. അങ്ങനെ ദേവുവിനെ പെട്ടെന്ന് തന്നെ ഒബ്സർവേഷനിലേക്ക് മാറ്റുവാണ്. പിന്നാലെ തന്നെ അരുണെത്തി ലക്ഷ്മിയമ്മയുടെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, മോനെ എനിക്കറിയില്ല, വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ദേവു ബോധമില്ലാതെ കിടക്കുന്ന കണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. അതെ, അരി പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, ദേവനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഡോക്ടറെ പോയി കയറി കാണുവാണ് ശരത്ത്. അങ്ങനെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ദേവന് വേണ്ടുന്ന മരുന്നും കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ കൊടുക്കുന്നുണ്ട്. 1-2 മെഡിസിനൊക്കെ പുറത്തുനിന്ന് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതും കൊടുക്കണം. കുറിച്ച് കൊടുത്തു കഴിഞ്ഞപ്പത്തിന് ലക്ഷ്മിയമ്മ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കും. അതുപോലെ തന്നെയാണ് ശരത്തിന് വല്ലാത്തൊരു മനപ്രയാസമായിരുന്നു. ഒരു പക്ഷെ ദേവൻ ഇപ്പൊ ഇങ്ങനെ ഉണ്ടാകാൻ കാരണം തങ്ങളൊക്കെയാണ് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നേഴ്സ് വന്നിട്ട് പറഞ്ഞു, അതെ, ഈ മെഡിസിനും കാര്യങ്ങളൊക്കെ ഫാർമസി പോയി മേടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. ഇങ്ങനെ അന്നേരം ഞാൻ വാങ്ങിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ശരത്ത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി. ആ സമയത്ത് ലക്ഷ്മിയമ്മ രേവതിയെ വിളിക്കുകയാണ്. രേവതിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ദേവിനെ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുക. എന്താമേ, എന്ത് പറ്റിയെന്ന് അറിയില്ല, അവള് തല ഇറങ്ങി വീണെന്ന് പറഞ്ഞു. ആണോ, എങ്കിൽ ശരി, ഇപ്പൊ തന്നെ വരാമെന്നും പറഞ്ഞു കോള് കട്ട് ചെയ്തു. അരുണുള്ളതുകൊണ്ട് അവർക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഒന്നിനും ഓടി നടക്കേണ്ട വന്നില്ല. ദേവിന്റെ അടുത്ത് തന്നെ അവര് നിന്നുള്ളൂ. പെട്ടെന്ന് തന്നെ രേവതി രവീന്ദ്രനോട് കാര്യം പറഞ്ഞു. അല്ല, എന്താ മോളെ, അതിനെക്കുറിച്ചൊന്നും അറിയില്ല അച്ഛാ. അതിനുശേഷം സച്ചിയെ വിളിക്കുകയാണ്. സച്ചിയെ വിളിച്ചിട്ടുണ്ട്. സച്ചിയേട്ടാ, അത്യാവശ്യമായിട്ട് വീട് വരെയെന്ന് പറഞ്ഞു. എന്താ അത്? ദേവുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുമെന്നാ പറഞ്ഞ്. അഡ്മിറ്റ് ചെയ്തിരിക്കുവോ? അതേന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി. പെട്ടെന്ന് തന്നെ സച്ചിയും കൂടെ വന്നു. അങ്ങനെ രേവതിയും കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു രേവതിക്ക്. കാരണം ദേവുവിന് എന്താ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ല. അവിടെ ചെന്നാലേ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. ഈ സമയത്ത് ഇഞ്ചക്ഷനൊക്കെ എടുത്തതിന്റെ സെഡേഷനിലായിരുന്നു ദേവു മയക്കം വിട്ട് ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ ചെല്ലുമ്പോഴത്തേനും ദേവു കിടക്കുന്ന കാഴ്ച കണ്ട് പെട്ടെന്ന് രേവതി എന്നിട്ട് ചെന്താമേ, ഇവൾക്ക് ഇത് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. അവളെ എന്താ പറ്റിയെന്ന് അറിയത്തില്ല, ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന ദേവുവിനെ കാണുന്നേ. അവൾ നേരെ ചൊവ്വ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ശരത്ത് പറഞ്ഞു, കുറച്ച് ദിവസങ്ങളായിട്ട് ചേച്ചി വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു. രേവതിക്ക് സങ്കടമായിപ്പോയി. ഒരുപക്ഷെ സച്ചേട്ടൻ വിവാഹത്തിന് സമ്മതിക്കാത്തോണ്ടാണ് ദേവുവിന്റെ വിവാഹം നടക്കാത്തെ. തങ്ങളാണ് ഇതിന് കാരണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. ആ സമയം ശരത്ത് പറഞ്ഞു, ശരിക്കും പറഞ്ഞാല് ചേച്ചി കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ആരോടും ഒരു മിണ്ടാട്ടമില്ല, സംസാരമൊന്നും ഇല്ലാതെ ഇരിക്കുമായിരുന്നു. അത് കേട്ടപ്പം സച്ചി ചോദിച്ചു, അല്ല, നിങ്ങൾ എന്നിട്ട് എന്താ ഒന്നും പറയാതിരുന്നേന്ന് ചോദിച്ചു. ലക്ഷ്മിയമ്മ പറഞ്ഞു, അവള് ആരോടും അതിനൊന്നും മിണ്ടുന്ന പോലും ഇല്ല മോനെ. എന്തായാലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ശരത്ത് മെഡിസിൻ അങ്ങോട്ട് വരുന്നത്. ദേ ആന്റി മെഡിസിൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുവാണ്. അപ്പൊ നേഴ്സുമാരുടെ കൈ കൊണ്ടേ കൊടുക്കണമല്ലോ, അതങ്ങോട്ട് കൊണ്ടേ കൊടുത്തു. ഒരു നിമിഷം സച്ചിയെ നോക്കി, ശരത്തിനെ നോക്കി. ഇഷ്ടപ്പെട്ടില്ല. രേവതിക്ക് മനസ്സിലായി ഇത് മിക്കവാറും അടിയല കലാശിക്കോളുന്ന. കാരണം ശത്രുവാണല്ലോ വന്ന് നിൽക്കുന്നത്. അപ്പോഴേക്കും സച്ചി ചോദിച്ചു, നിനക്കെന്താടാ ഇവിടെ കാര്യം എന്ന് ചോദിച്ചു. ആരും പറഞ്ഞു, എനിക്കെന്താ കാര്യന്നോ? നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് തിരിച്ചു ചോദിച്ചു. അതെ, എന്റെ അനുജത്തിയായി കിടക്കുന്നേ. ഭാര്യയുടെ അനുജത്തി അല്ലേ, അല്ല സ്വന്തം അനുജത്തിയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. എടാ, നീ കാരണം ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ അരുണിനെ കുറ്റപ്പെടുത്തി സച്ചി. അപ്പോഴേക്കും അരുൺ പറഞ്ഞു, നീ കൂടുതലൊന്നും പറയണ്ട, നീ എല്ലാത്തിനും കാരണം. നീ കാരണം എന്റെ ദേവന് എന്തേലും സംഭവിച്ചാണ്ടല്ലോ അരുണും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് രേവതിക്കും ലക്ഷ്മിയമ്മയ്ക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ദേഷ്യത്തോടു കൂടി സച്ചി അരുണിന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് ഏറി പിടിച്ചു. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന് പറഞ്ഞു. അരുൺ പറഞ്ഞു, ഞാൻ അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടില്ല, നീ പോടാന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യെ കയറി പിടിച്ചു. രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് കയ്യാങ്കളയാണ്. ഹോസ്പിറ്റലാന്നൊരു ചിന്ത പോലും ഇല്ല. സച്ചിക്കാണ് കുറച്ച് ദേഷ്യം കൂടുതലാ. എപ്പോഴും സച്ചി എടുത്തടിച്ചൊരു തീരുമാനം എടുക്കും. അല്ലെങ്കിൽ ദേവുവിന്റെ ജീവിതമാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കണമെന്ന് ചിന്തിക്കുന്ന പോലും ഇല്ല. സച്ചിയുടെ മനസ്സിൽ തന്റെ അനുയായി അല്ലെങ്കിൽ താന് ഇവൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് ചിന്തയായിരുന്നു സച്ചിയുടെ മനസ്സിൽ. ഇവനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കണം, ഇവനുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് പറഞ്ഞിട്ടും വീണ്ടും വലിഞ്ഞു കയറി വന്നിരിക്കുന്നു എന്നൊരു ഭാവമായിരുന്നു സച്ചിയുടെ മുഖത്ത്. അപ്പോഴേക്കും രേവതി ശരത്തൊക്കെ ഇടയിലേക്ക് കയറിട്ട് പറഞ്ഞു, എന്താ സച്ചിയുടെ അങ്ങോട്ട് മാറിക്കേ, ഇതേ എന്ത് പരിപാടി കിണിക്കുന്നേ, ഇത് ഹോസ്പിറ്റലാണ്. പോരാഞ്ഞിട്ട് ദേവു കിടക്കുന്ന കിടപ്പ് കണ്ടില്ല. ഒരു പക്ഷെ അവൾക്ക് ഈ സമയത്ത് അവളെ കണ്ണു തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇത് കാഴ്ച കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ അവളുടെ അവസ്ഥ എന്താവും? ഇതൊരു ഹോസ്പിറ്റലാന്നൊരു ചിന്ത പോലും ഇല്ലാതെ. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, മോനെ സച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു. രേവതി എന്ന് അരുണിനോട് പറഞ്ഞു, അരുണെ, ദൈവത്തെ ഓർത്തിപ്പം ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത്. അറിയാലോ ദേവുവിന്റെ അവസ്ഥ.
എന്ത് ചെയ്യണമെന്ന് അരുണിനും അറിയണ്ടായിരുന്നില്ല. അരുണിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. അരുൺ സച്ചി പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇപ്പം ഞാൻ പോവാം, പക്ഷെ ഇത് ഞാൻ അങ്ങനെ വിട്ടുതരുമെന്ന് നീ പ്രതീക്ഷിക്കൊന്നും വേണ്ട. ദേവുവിന് എന്തേലും സംഭവിച്ചിട്ടുണ്ടല്ലോ, നിന്നെ കൊണ്ട് ഞാൻ പറയ്ക്ക് കണക്ക് ചോദിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അരുൺ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും രേവതി ചോദിച്ചു, സച്ചിയേട്ടൻ ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചേ? സച്ചിയേട്ടൻ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, അതേ മോനെ, ഞങ്ങൾ വിളിച്ചിട്ടൊന്നും അല്ല അവൻ വന്നേ. ഞങ്ങൾ എവിടേക്ക് വന്ന സമയത്ത് തന്നെ അവൻ പിന്നാലെ ഓടി വന്നു. അല്ല, അവൻ എങ്ങനെയാ അപ്പൊ കാര്യങ്ങൾ അറിഞ്ഞേ? ശരത്ത് പറഞ്ഞു, ഞങ്ങൾ ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പോലീസ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നേ കണ്ടാന്ന് തോന്നേ, അങ്ങനെ ഓടി വന്ന എങ്ങാണ്ട എന്ന് പറഞ്ഞു. എന്നാലും അവൻ വന്നു. അല്ല, അമ്മ എന്തിനാ അവൻ്റെയും മെഡിസിൻ വാങ്ങിക്കാൻ കൊടുത്തു വിട്ടെ? ഞാൻ കൊടുത്തു വിട്ടൊന്നുമല്ല, നേഴ്സ് പറഞ്ഞു കഴിഞ്ഞപ്പം അവൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പോയതാ. രേവതി പറഞ്ഞു, നല്ലൊരു കാര്യമല്ലേ സച്ചേട്ടാ ആ സമയത്ത്? ശരത്ത് പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അരുണേട്ടനുള്ളതുകൊണ്ട് എല്ലാത്തിനും ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് ഡോക്ടറെ കണ്ട് സംസാരിക്കാനും എല്ലാത്തിനും ശരത്തിന് നല്ല അഭിപ്രായം തന്നെയായിരുന്നു അരുണിനെ കുറിച്ച്. പക്ഷെ സച്ചിക്ക് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സച്ചി പറഞ്ഞു, എന്തായാലും വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. സച്ചിക്ക് ദേഷ്യ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സച്ചി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു, അമ്മേ, ഇനി ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്ന എനിക്കറിയില്ല. സച്ചിയാണ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേവുവിന്റെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. ഞാൻ നോക്കിയിട്ട് ദേവു അരുണും കൂടെ ഒന്നിക്കട്ടെ, അതാമ്മേ നല്ലത്. എൻ്റെ ജീവിതത്തിന് ഒരു പ്രശ്നവുമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിൽ ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ, എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. അതാ പറഞ്ഞത് അമ്മയോട് എത്രയും പെട്ടെന്ന് ദേവുവിന്റെ അരുണിന്റെയും വിവാഹം നടത്തണമെന്ന്. അതെ, എന്റെ ജീവിതത്തിന് പ്രശ്നമില്ലാന്ന് ഞാൻ ഉറപ്പ് വന്നല്ലോ. അല്ല മോളെ, അത് പിന്നെ സച്ചിക്ക് ഇഷ്ടമില്ലാതെ സച്ചിയുടെ ഇഷ്ടമൊന്നും നോക്കണ്ട. എന്ത് വന്നാലും അമ്മ ഈ വിവാഹം നടത്താൻ നോക്ക്. നമുക്ക് വലുത് ദേവുവിന്റെ ജീവനല്ലേ. അവൾക്ക് അത്ര ഉറപ്പുള്ളതുകൊണ്ടല്ലേ. പിന്നെ അരുൺ നല്ലവനാന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടല്ലേ ഓടി വന്നത്, ഈ കാര്യങ്ങളൊക്കെ നോക്കിയത്. ശരത്ത് പറഞ്ഞ, അതേ ചേച്ചി, അത് തന്നെ ഞാനും പറഞ്ഞേ. അമ്മയോട് പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ആ സമയത്ത് സച്ചി ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. അവൻ വന്നു തൻ്റെ എതിർപ്പിനെയൊക്കെ അവഗണിച്ച്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ സമ്മതമാണ് ഈ വിവാഹം നടത്താനായിട്ട്. അവൻ കൊള്ളരുതാത്തവനാന്ന് പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു സച്ചിയുടെ മനസ്സിൽ. ആ സമയം രവീന്ദ്രൻ രേവതിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി മോളെ കാര്യങ്ങള്? ദേവുവിന് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അച്ഛാ, ഡോക്ടർ പ്രശ്നമൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. ഇതുവരെയും കണ്ണ് തുറന്നിട്ടില്ല, സെഡേഷനിലാന്ന് പറഞ്ഞു. എങ്കിൽ ശരി മോളെ, അത് അറിയാൻ വേണ്ടിട്ടാ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, ആരെ രവിയേട്ടാന്ന് ചോദിച്ചു. അതെ, രേവതി മോള. അവളെന്താ വിളിച്ച്? അത് അവളുടെ അനുജത്തി ഹോസ്പിറ്റലാന്ന്. അവൾക്ക് എന്ത് പറ്റി? എന്തോ തലകറക്കം പറ്റുവാന്ന്. ഓ, അങ്ങനെയാണോ? ചന്ദ്രമതിക്കൊരു പുച്ഛഭാവമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ദേവു കണ്ണു തുറക്കാണ്. കണ്ണു തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉണ്ട് ചുറ്റും. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ ചോദിച്ചു, എന്താ മോളെ ഇത്? ഞാൻ മോളോട് പറഞ്ഞല്ലേ ആഹാരമൊക്കെ നേരം വണ്ണം കഴിക്കണമെന്ന്. രേവതി എന്നിട്ട് പറഞ്ഞു, മോളെ നീ വിഷമിക്കൊന്നും വേണ്ട, സങ്കടപ്പെടുകയൊന്നും വേണ്ട. എന്ത് വന്നാലും ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. നീ ഇത്രമാത്രം മനപ്രയാസം പഠിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നീ എന്തിനാ അരുണിന്റെ വീട്ടിൽ ചെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞേ? അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. നിന്റെ മനസ്സിലെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് ഞങ്ങൾ നടത്തിത്തരും. നീ വിഷമിക്കൊന്നും വേണ്ട. എന്തിനും ഏതിനും നിന്റെ കൂടെ ഞങ്ങളില്ലേന്ന് ചോദിച്ചു. ഈ ചേച്ചി നിന്നോടൊപ്പം ഉണ്ട്, നീ വിഷമിക്കാതെ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ദേവുവിനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാ. ഇനിയിപ്പം രേവതി രണ്ടും കൽപ്പിച്ച എന്തൊക്കെ വന്നാലും ശരി, സച്ചിയേണ് എതിർത്താലും ശരി, ദേവു അരുണും തമ്മിലുള്ള വിവാഹം നടത്തണം. അത് മാത്രമാണ് രേവതിയുടെ മനസ്സിലെ ചിന്ത. കാരണം തന്റെ അനുജത്തിയുടെ ജീവൻ തനിക്ക് വലുതാണ്. സച്ചിയേന്റെ ഈഗോ മൂലം നശിച്ചു പോകാനുള്ളതല്ല ആ ജീവിതം എന്ന് രേവതിക്കറിയാം. അരുൺ നല്ലവനാന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു കാരണവശാലും ദേവു അങ്ങനെ കയറി സ്നേഹിക്കില്ല. പിന്നെ അവന്റെ അമ്മയും കൂടെ വന്നിട്ടല്ലേ വീട്ടിലെ ആലോചനകളും കാര്യങ്ങളൊക്കെ നടത്തിയത്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം തട്ടിത്തെറിപ്പിക്കാനായിട്ട് രേവതി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെ വന്നാലും ശരി, ഈ വിവാഹം നടത്തണമെന്ന് ഉറച്ച വാശിയിലായിരുന്നു രേവതി. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.